റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ജിന്നുകൾ വരുന്നു, ക്ലാസ് എടുക്കുന്നു, പഠിക്കുന്നു, അവർ പോകുന്നു, അവർ അവരുടെ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നു. നമുക്കൂടെയുള്ള പ്രവാചകൻ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കണം, വിശുദ്ധ ഖുർആൻ പാരായണം അവർ ഓതി കൊടുക്കുന്നു എന്നൊക്കെ ഉണ്ടായിട്ടും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പിന്നെ ഇതുപോലുള്ളൊരു കാട്ടിക്കൂട്ടിൽ. എന്തായി കാട്ടിക്കൂട്ടുന്നത്? ഭയങ്കര ഇസ്ലാമിൻ്റെ പേരിലാണ് കൂക്കുവിളിയും അതേപോലെ തന്നെ ആർപ്പ് വിളിയും. ഒരു പെണ്ണ് നിലവിളിച്ച് കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജിന്ന് വന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താ അറിയോ? ജിന്ന് വന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ അയൽവാസിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഇന്ന ആളാണ് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ മുസ്ലിയാക്കന്മാർ ഈ പിന്നെ ആഗ്രഹം പൂർത്തീകരിക്കാൻ, ഈ പ്രശ്നം തീരാൻ വേണ്ടി ചെല്ലുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന മനുഷ്യന്മാർക്ക് എന്തായി? ഇവർ തമ്മിൽ ശത്രുതയായി, കുടുംബങ്ങളിൽ പ്രശ്നമായി. യഥാർത്ഥത്തിൽ പിശാച് കുടുംബങ്ങളിൽ ഛിദ്രത ഉണ്ടാക്കുന്ന അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. ആ യാഥാർത്ഥ്യം നമുക്കവിടെ കാണാൻ പറ്റണം. നമ്മളൊരു ക്ലിപ്പ് കണ്ടതിന് ശേഷം അതേ പിന്നെ വിഷയത്തിലേക്ക് വരാം. ഒന്ന് രണ്ട് മജീസിൽ വന്ന ആളുകൾ 25 ലക്ഷം രൂപ കിട്ടാനുള്ള ആളുകൾ പൈസ കിട്ടി, ഒരു 10 ലക്ഷം കിട്ടാനുള്ള ആ പൈസ കിട്ടി, അവർ വണ്ടി എടുത്ത് അവരൊക്കെ ഇവിടെ ഇന്ന് 25 ലക്ഷം കിട്ടാനുള്ള പാർട്ടിക്ക് നാളത്തെ ഡേറ്റിന് ചെക്ക് എഴുതി കൊടുത്തവർക്ക് ഇവിടെ എന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് വിളിക്കുന്ന ഉസ്താദ് 25 ലക്ഷം രൂപ നാളത്തെ ഡേറ്റിന് ചെക്ക് തന്നിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് 10 കിലോ പിന്നെ ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട് അവർക്ക് ഇതിൽ പല സന്തോഷമില്ല. പിന്നെ ഉമ്മായിട്ട് എത്രയോ കാലമായി മിണ്ടാതിരുന്ന മകൻ കഴിഞ്ഞ മജീസിൽ ചെന്നപ്പോൾ ഉമ്മയെ കെട്ടിപ്പിടിച്ച് അവൻ കണ്ണ് നിറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ആ സങ്കടം സന്തോഷം പങ്കിടാൻ വേണ്ടി ആ ഉമ്മ കുറേ പലഹാരങ്ങൾ റെഡിയാക്കിക്കൊണ്ട് ഇവിടെ വന്ന് മഹാനായ ജമാൽ ഉസ്താദിനെ കണ്ട് ആ പൊന്നുമോൻ സംസാരിച്ച സന്തോഷ വാർത്ത പറഞ്ഞു. സലഫി കണ്ടല്ലോ, വീഡിയോ കണ്ടല്ലോ. നമ്മുടെ കൃത്യമായി മനസ്സിലാണ്ട് പണ്ടും ഇന്നുമൊക്കെ ചൂഷണങ്ങൾ തന്നെയാണ് പല രൂപത്തിലുള്ളത്. ഇതിപ്പോൾ പുതിയൊരു ചില ആളുകൾ ചില കച്ചവടം തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ മുസ്ലിങ്ങളായ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹു നമ്മോട് പറഞ്ഞ നമ്മുടെ മുഖ്യ ശത്രു പിശാചാണ്, ഇബ്ലീസാണെന്നുള്ളതാണ്. എന്നാൽ ഇബ്ലീസിലേക്ക് നമ്മൾ ഇബ്ലീസിന് അകന്നു പോകാൻ വേണ്ടി ഖുർആൻ പറയുമ്പോൾ ആ ഇബ്ലീസിനെ ഹാജറാക്കുന്ന ഒരു സദസ്സാണ് ഉണ്ടാക്കുന്നത്. അവിടെ വന്നിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കാനും, ഉമ്മ തെറ്റിപ്പോയ ഉമ്മയുമായി നന്നായി ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ശരിക്ക് നമ്മൾ ഈ ഒരു മുഅ്മിൻ എന്ന് പറയുമ്പോൾ അവൻ്റെ തവക്കുലിൻ്റെ ഭാഗമാണ് അള്ളാഹുവിൽ സമർപ്പിച്ച് ജീവിക്കുക എന്നുള്ളത്. ഇവിടെ കൃത്യമായി കൊണ്ട് ജിന്നിനെ ഹാജറാക്കുന്ന അതോടൊപ്പം തന്നെ ഷിർക്കായ വരികൾ പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ ഇത് ഓരോ ദിവസവും ഓരോ മുസ്ലിയാക്കന്മാർ വ്യത്യസ്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പിന്നെ ഇങ്ങനെ പുതിയ മഹദറുകൾ ഉണ്ടാക്കുന്നു, യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഈ ചർച്ചകളൊക്കെ ചെയ്യുന്ന രാവിലെ പോലും 1 ലക്ഷം ആളുകൾ 2 ലക്ഷം ആളുകളൊക്കെ ഈ ഉസ്താദുമാരുടെ ലൈവിൽ, അഥവാ നമ്മൾ ശരിയാവണ്ണം ദിക്റും ഖുർആനും ഓതേണ്ട സമയത്ത് പോലും ഇവരെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവരുടെ ഗൂഗിൾ പേ നമ്പർ കൊടുത്ത്, അവരെ QR കോഡ് കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇത് ഈ സമസ്തക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വാഴെടുത്തിനൊക്കെ വെളിച്ചപ്പാട് എന്നുള്ള നിലക്ക് ഇപ്പോൾ ഏറ്റവും ഒരു സാധാരണ കേൾക്കാത്ത രീതിയിലുള്ള പുതിയൊരു ഐറ്റംസുമായിട്ട് ഇദ്ദേഹം രംഗപ്രവേശം നടത്തിയിരിക്കണം. സത്യം ജിന്നുകളെ ഹാജറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ശരിക്ക് പിന്നെ എന്താണ് അവിടെ ജിന്നു മഹദറയുടെ അവിടെ വിളിക്കണം മൊയ്തീൻ ഷെയ്ഖിനെയാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് മുഹദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ കുത്തുബിയത്തിലൊക്കെ കാണുന്ന രീതിയിൽ മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആകട്ടെ, മുൻഗാമികളായിട്ടുള്ള പിന്നെ സൽഫ് സോലകളാകട്ടെ, അല്ലെങ്കിൽ സഹാബത്തോ ആരോ, ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകൾ കൂടിയുള്ള പ്രവാചകനാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ക്ലാസ് എടുത്തു, അവരുടെ റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ അവർ വന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം പ്രബോധനം ചെയ്ത് ദീന് പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ജിന്നുകൾ വരുന്നു, ക്ലാസ് എടുക്കുന്നു, പഠിക്കുന്നു, അവർ പോകുന്നു, അവർ അവരുടെ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നു. നമുക്കൂടെയുള്ള പ്രവാചകൻ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കണം, വിശുദ്ധ ഖുർആൻ പാരായണം അവർ ഓതി കൊടുക്കുന്നു എന്നൊക്കെ ഉണ്ടായിട്ടും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പിന്നെ ഇതുപോലുള്ളൊരു കാട്ടിക്കൂട്ടിൽ. എന്തായി കാട്ടിക്കൂട്ടുന്നത്? ഭയങ്കര ഇസ്ലാമിൻ്റെ പേരിലാണ് കൂക്കുവിളിയും അതേപോലെ തന്നെ ആർപ്പ് വിളിയും. ഒരു പെണ്ണ് നിലവിളിച്ച് കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ട്, ഒരാൾ ചാടിക്കളിക്കുന്നു, എന്തെല്ലാമേ കാട്ടിക്കൂടി. ഇസ്ലാമിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂടുക. എന്തെങ്കിലും ഒരു തെളിവ് ഇതിനുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സഹാബത്ത്
വേണ്ട. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ പറയുന്നുണ്ട്, ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ട്, അവർ ജിന്നുകൾ ക്ലാസ് എടുത്തു, അതിനുള്ള ഒരുപാട് സംഗതികൾ പറയുന്നുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയായിട്ട് ഏതെങ്കിലും നമ്മുടെ മദ്ഹബിൻ്റെ പണ്ഡിതന്മാരോ സൽഫ് സാലിഹുകളായ പണ്ഡിതന്മാരോ ഇങ്ങനെ ഈ കോലത്തിൽ കാട്ടിക്കൂടുന്ന എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും? അപ്പോൾ ദീനെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വക്രീകരിക്കുകയാണ് അങ്ങേയറ്റം. പിന്നെ മോശമായ രീതിയിൽ ദീനിനും പിന്നെ നിലവാരം കുറച്ച് കാണിച്ച് ഇവർ സമ്പത്ത് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറേ ആളുകൾ പോയി കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഷൈത്താന്മാരുടെ ദുർബോധനം. വിശുദ്ധോറം പറഞ്ഞു ഇന്ന ഷൈത്താനല്ല യൂഹൂന ഇലാ ഔലിയായും. ഷൈത്താൻ ഹിസ്ബു ഷൈത്താൻ്റെ ആളുകൾക്ക് ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വെച്ച് വിളിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ മോദി ഷെയ്ഖിനാണ് വിളിക്കുക. മോദി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പോകുന്നു, കാശ് തിരിച്ചു കിട്ടി, അതേപോലെ തന്നെ ഉമ്മയുടെ പ്രശ്നം തീർന്നു, മകൻ്റെ പ്രശ്നം തീർന്നു, ഓരോ പ്രശ്നങ്ങൾ പറയണം. അപ്പോൾ നമ്മളെ കേൾക്കുന്ന ഈ പ്രോഗ്രാം കേൾക്കുന്ന സാധാരണക്കാരായ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് പ്രയാസവും പടച്ചുറപ്പിൻ്റെ മുമ്പിലാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പിന്നെ വ്യക്തികളുടെയും അതേപോലെ തന്നെ പൂജാരികളുടെയും അവർ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു. ഇസ്ലാമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ അല്ലെങ്കിൽ താബികളോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലൊരു ഒരു മഹ്ലറയോ അല്ലെങ്കിൽ ഒരു പിന്നെ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ നടത്തി തന്നുമില്ല. ഒരൊക്കെ അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹിനോട് പറയാൻ വേണ്ടി പഠിപ്പിച്ചു തന്നു. മുദീ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വലാ തശ്കുന്ന ഫി ആരത്തിൽ ബലിയത്തി അഹദൻ മിൻ ഖൽഖില്ല. അള്ളാഹു അല്ലാത്ത ഒരാളോട് നീ പരാതി പറയരുത്, പ്രയാസം പറയരുത് എന്ന് പഠിപ്പിച്ച ആളാണ് മോദി ഷെയ്ഖ്. ആ മോദി ഷെയ്ഖിനാണ് വിളിക്കുന്നത്. വലാ തുൽഹിറന്ന ലജറ ലി അഹദൻ. ആരോടും നിൻ്റെ പ്രയാസം പറയരുത്, നിൻ്റെ റബ്ബിനെ നീ തെറ്റിദ്ധരിക്കരുത്, എല്ലാം നിൻ്റെ റബ്ബ് ചെയ്തു തരും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷിർക്കാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രയാസം പറയാമെന്നുള്ളത് ഷിർക്കാണ് എന്ന് പഠിപ്പിക്കുന്ന ആളാണ് മോദി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇസ്ലാമിൻ്റെ പേരിൽ ഈ ആഭാസങ്ങളും കാട്ടിക്കൂട്ടലുകളും നടത്തുക എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും സാമ്പത്തിക ചൂഷണമാണ്. ഇത് തിരിച്ചറിയേണ്ടതുണ്ട്, ഇത് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇവരെയൊക്കെ ശരിക്ക് കൈ പിടിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൈപിടിച്ച് ഇവർക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഷംബീർ മോലെ നമ്മുടെ നിലപാടൊന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. അതെ അതെ. ഇതിൽ പിന്നെ ഇവർ ചെയ്ത ഈ ജിന്ന് മഹ്ലറ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം, ഒരു പ്രത്യേക സദസ്സ് ഉണ്ടാക്കി അവരെന്ത് ചെയ്യുന്നു, ഒരു പണം ഉണ്ടാക്കാനുള്ള ചൂഷണമാർഗ്ഗം അവർ കണ്ടെത്തുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ജിന്ന് വർഗ്ഗത്തെ തന്നെ നിഷേധിക്കുന്ന ആൾക്കാർ നമ്മളൊക്കെ ഇടയിലുണ്ട്. ജിന്നുകൾ തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ജിന്നുമായി ബന്ധപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കാത്ത ചികിത്സാരീതികൾ ഇദ്ദേഹത്തെ പോലെ വേറെയും പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ ഇസ്ലാമിനെ ഇങ്ങനെ പഠിക്കുമ്പോൾ വല്ലാത്തൊരു ആനന്ദം തോന്നുന്നൊരു കാര്യം എന്താ അറിയോ, ഞാൻ ഇതിൽ ഈ ആയത്തുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു സന്തോഷം, ഇസ്ലാം പറയുന്നത് മനുഷ്യൻ്റെ ശത്രുവാണ് പിശാച് എന്ന് പഠിപ്പിച്ചു. ഒരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇസ്ലാം അവിടെ നിർത്തല്ലേ ചെയ്തത്, ആ ശത്രുവിനെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നതുകൂടെ എന്ത് ചെയ്യും, നമ്മളെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിശാചുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഭയമില്ലാതെ പേടില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ മരണം വരെ അയാൾക്ക് ജീവിക്കാൻ പറ്റും. അതിനുള്ള വഴി അവിടെ ഉണ്ട്, ഖുറാനിലും സുന്നത്തിലും ഉണ്ട്, അല്ലേ, അതൊരു സംശയമല്ല. ഇപ്പോൾ ഇസ്ലാമിൻ്റെ പിന്നെ നിയമങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഖുറാൻ പറയുന്നത് പിശാജ് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്, അവനെ നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിശാജ് തന്നെ പറയുന്ന ഖാല ഫബിമ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ നിങ്ങളെ വഴി തെറ്റിക്കാൻ വേണ്ടി പിശാജ് കാത്തിരിക്കുന്നു പറയുന്നുണ്ട്. ഇതൊക്കെ പിശാജ് പറയും, അവരുടെ മുന്നിലൂടെ, അവരുടെ പിന്നിലൂടെ, അവരുടെ വലതുവശത്തിലൂടെ ഒക്കെ എന്തെങ്കിലും പിശാജ് നമ്മളെ സമീപിക്കും, എന്നിട്ട് നമ്മളെ വഴി തെറ്റിക്കുന്നൊക്കെ പിശാജ് അള്ളാഹുവിനോട് പറയുന്നതായി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പിശാചിൽ നിന്ന് രക്ഷപ്പെടുക? ഇതേപോലെ സദസ്സ് നടത്താൻ യാതൊരു തെളിവില്ലെന്ന് ഷുറൈസലവി സൂചിപ്പിച്ചു. നബിയോ സഹാബത്തോ ചെയ്തിട്ടില്ല, പിൽക്കാലഘട്ടത്തിലുള്ള ആൾക്കാർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇതിലുള്ള വഴി? എന്താ? പൈശാചികമായ ഉപദ്രവം ഉണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും, അത് അള്ളാഹ് പഠിപ്പിച്ചതാണ്. അപ്പോൾ അതിനുള്ള ഒന്നാമത്തെ വഴി എന്താ വെച്ചാൽ, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അവനെ പിശാച് ഉപദ്രവിക്കില്ല. എൻ്റെ മനസ്സിൽ അള്ളാഹുവിന് ഞാൻ കൊടുക്കേണ്ട സ്ഥാനവും മഹത്വം കൊടുത്താൽ പിന്നെ അങ്ങനെ പിശാചിനോടെ സ്ഥാനം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലുള്ള ഒരു അടിയുറച്ച വിശ്വാസമാണ് എന്ത് ചെയ്യേണ്ടത്, വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകേണ്ടത്. അതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് പൈശാചികമായ ഉപദ്രവങ്ങൾ അവരുണ്ടാകില്ല എന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ നിസ്സാരമായ ആളുകൾ ശ്രദ്ധിക്കാതെ നിസ്കാരത്തിലെ സുത്ര,
ഇപ്പോൾ സുത്രയുമായി ബന്ധപ്പെട്ട ഹദീത്ത് വായിക്കുമ്പോൾ അവിടെ നമ്മൾ സുത്ര സ്വീകരിക്കുകയാണെങ്കിൽ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ പറ്റുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, ആയത്തുൽ കുർസി, ആമന റസൂൽ. ഇപ്പം രാത്രി സമയത്ത് ആയത്തുൽ കുർസി ഓതിയാൽ നേരം പുലരുവോളം ഒരു ഹഫലത്തിൻ്റെ ഒരു മലക്ക് നമുക്ക് എന്തുണ്ടാവില്ല, യാതൊരു വിധത്തിൽ ഉപദ്രവം ഉണ്ടാവില്ല, പൈശാചികമായ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആമന റസൂൽ ഓതുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ പൈശാചികമായ ഉപദ്രവങ്ങളിൽ രക്ഷപ്പെടാൻ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഇപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പ്രാർത്ഥന ഉണ്ട്, പൈശാചികമായ ഉപദ്രവത്തിൽ രക്ഷപ്പെടാൻ പ്രാർത്ഥന. ഭക്ഷണം കഴിക്കുന്ന സമയത്താകട്ടെ, അതേ പള്ളിയിൽ കയറുന്ന സമയത്ത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാം എന്താണ്, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി പഠിപ്പിച്ച മതമാണിത് നമ്മുടെ മതം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ആളുകൾ ചെയ്യുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ ഈ ഒരു സദസ്സിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തി അവരിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്നത് എന്താ, വിശ്വാസപരമായി കൊണ്ടുള്ള ചൂഷണമാണ്. മനുഷ്യന്മാരെ തൗഹീദ് എന്നാണ് എന്തെങ്കിലും തെറ്റിക്കുന്നത്. യാ അള്ളാഹ് എന്ന് വിളിക്കേണ്ടതിന് പകരം യാ മൊഹീദ്ദീൻ എന്ന് വിളിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ട്. അപ്പോൾ വിശ്വാസപരമായ ചൂഷണം അവിടെ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ചെന്നാൽ ഇപ്പോൾ ജിന്ന് ഹാജരായി അല്ലെങ്കിൽ ജിന്ന് വന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താ അറിയോ, ജിന്ന് വന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ അയൽവാസിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഇന്ന ആളാണ് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ മുസ്ലിയാക്കന്മാർ ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ, ഈ പ്രശ്നം തീരാൻ വേണ്ടി ചെല്ലുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന മനുഷ്യന്മാർക്ക് എന്തായി, ഇവർ തമ്മിൽ ശത്രുതയായി, കുടുംബങ്ങളിൽ പ്രശ്നമായി. യഥാർത്ഥത്തിൽ പിശാച് കുടുംബങ്ങളിൽ ഛിദ്രത ഉണ്ടാക്കുന്ന അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. ആ യാഥാർത്ഥ്യം നമുക്കവിടെ കാണാൻ പറ്റുകയാണ്. കുടുംബത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കുടുംബത്തെ തെറ്റിക്കുന്ന വലിയൊരു ഏർപ്പാട് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതേപോലെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം. ഈ ചെല്ലുന്ന ആൾക്കാരത്ത് നിന്ന് 10 കിലോ ഈത്തപ്പഴം കൊണ്ടുവന്ന് പറഞ്ഞു, നിങ്ങൾ വെറുതെ ഒന്ന് കണക്കൂട്ടേക്ക്, നല്ല ഈത്തപ്പഴമൊക്കെ വാങ്ങണമെങ്കിൽ ഇപ്പോൾ എത്ര പൈസ വേണം, ഒരു നല്ല ചൂഷണമാണ്. ഒരു പലഹാരം ഉണ്ടാക്കണം, ഇന്നത്തെ ചിലവ് എത്രയാണ്. അതേപോലെ ഗൂഗിൾ പേ വഴി മറ്റുള്ള വഴിയൊക്കെ ഒരുപാട് സാമ്പത്തികമായ ചൂഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു കറ കളഞ്ഞ ദീനിവിടെ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കൊരു അവ്യക്തതയുമില്ലാത്ത, വളരെ സുതാര്യമായ, ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റുന്ന, ഒരു സംശയത്തിന് പോലും വകല്ലാത്ത ഖുർആനും സുന്നത്തും നമ്മുടെ മുമ്പിലുണ്ട്. ആ ജീവിത രീതി കാണിച്ചു തന്ന സലഫുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ആ വഴി കൂടി, അതാണ് സിറാത്തുൽ മുസ്തഖീം, അതാണ് നമുക്കുള്ള നേരായ വഴി എന്ന് പറയുന്നത്. ആ വഴി നമ്മൾ സ്വീകരിക്കുകയും ഇസ്ലാം പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള പുത്തൻ വഴികൾ, പുത്തൻ ആചാരങ്ങൾ കാണിച്ചു കൂട്ടുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കുകയാണ് വിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും പറയാം, നമ്മൾ നന്നായി ദീന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ പ്രൂഫ് പോയിൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ എന്താ, സമൂഹത്തിലെ ആളുകൾ ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, സമൂഹത്തെ തിരുത്തേണ്ട ബാധ്യത ഉണ്ട്. ആ ഒരു വലിയ ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, വക്രതയില്ലാതെ, മുൻവിധികളില്ലാതെ നമ്മുടെ പ്രമാണങ്ങളെ നമ്മൾ സ്വീകരിക്കുക. എങ്കിൽ നമുക്ക് കൃത്യമായിക്കൊണ്ട് തന്നെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നമുക്ക് പ്രവേശിക്കാം. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും അടുത്ത വ്യാഴാഴ്ച നമുക്ക് കാണാം.